സലീം അയ്യരും ആയിഷ സലീമും കൂടെ ഇന്നൊരു അടിപൊളി ചിക്കൻ്റെ വെറൈറ്റി റൈസാണ് ഉണ്ടാക്കുന്നത്. കമന്റ് ചെയ്യാം. ചൂടായ ചട്ടിക്ക് എണ്ണ ചൂടായ ചട്ടിയിലേക്ക് തരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടും ചെറുതായിട്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് അറബിക് മസാല ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഗരം മസാല ഇടാം. കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചൊക്കെ ബേബി ചിക്കനൊക്കെ ചെറിയ കോഴിയാണ് ബ്രോയിലറിൻ്റെ. ഓക്കെ, ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ചിടും. അങ്ങനെയാണ് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. കിഴങ്ങ കുക്കായിട്ടുണ്ട്. ചെറിയൊരു ക്യാപ്സിക്കം വേവിക്കണം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിടാം. ക്യാപ്സിക്കം ഭാഗമായിട്ടാണ് ഉള്ളിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവായിട്ട് ഈ വെള്ളം ഇതിലേക്ക് വയ്ക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ചെയ്യുന്നുണ്ട്. ചൂടായ വെള്ളം നമുക്ക് ഈ ചിക്കനിലേക്ക് വെച്ച് കൊടുക്കും. ഫുള്ളഴിച്ചു അരിക്ക് കണക്കാക്കിയുള്ള, അതായത് 1 കിലോ അരിയും 3 കപ്പ് വെള്ളമാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് മുക്കാലുണ്ടാവും. ബസ്മതി അരിയാകുമ്പോൾ കുറച്ച് അതിൻ്റെ കറക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നല്ല ഇടലേ. ഇത്ര അരിക്ക് 2 മാഗി ക്യൂബ്. അപ്പോൾ അതായി മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. നമ്മൾ സ്ലോ ഫ്ലെയിം ആക്കിയിട്ട് അതിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ. നമുക്ക് ഇതിൽ വെച്ചാൽ ബേബി ചിക്കനാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധിക സമയം വേണ്ടിയില്ല. നോക്കാം. ചിക്കൻ നമുക്ക് കോരി മാറ്റാം. അപ്പൊ ഒരു പകുതി ഒരു 80% ബാക്കി നമുക്ക് ഞാൻ റൈസിന്റെ അടി കൊണ്ട് പോകും. ബേബി ചിക്കൻ ആയതുകൊണ്ട് അത്ര എന്താണ് കൂടുതൽ വെള്ളം ആവശ്യമില്ല. ചിക്കനും അതിന്റെ വെള്ളം കൂടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒലീവ് ഓയിൽ എന്തിനാണ് ഇത് ഒഴിച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ ഒന്ന്. അപ്പോൾ ഒലീവ് ഓയിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതൊക്കെ തക്കാളി ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഒരു 4 കഷ്ണം ക്യാപ്സിക്ക ഒഴിച്ച് വെക്കാം. പൊട്ടോട്ട ഒഴിച്ചത് വെക്കാം. അതോടൊപ്പം നമ്മുടെ വഴുതനങ്ങ ചെറുതായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 80% വേവിച്ച ചിക്കനാണ് വെക്കുന്നത്. അപ്പോൾ ബാക്കി വേവ് ഇതിൽ കിടന്നിട്ടാവും. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ ഉടയാതെ കിട്ടും. അതിൻ്റെ മേലേക്ക് നമുക്ക് കോളിഫ്ലവർ പിന്നെ ഒണിയൻ അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് സ്റ്റൈലിന് അരി കഴുകി കുതിർത്തി ഏകദേശം ഒരു 3/4 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടോട്ടയും എന്തെങ്കിലും ക്യാപ്സിക്കും അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് എടുക്കുന്ന സമയത്തൊരു ഭംഗിയും കാര്യങ്ങളും രുചിയും ഉണ്ടായിരുന്നു. പാത്രം വെച്ചുള്ളത് ഈ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഒന്നിച്ച് പരന്നിട്ട് നമ്മളെ ലെയർ വെച്ചത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മേലിലേക്ക് ഒഴിച്ചോ. നമ്മൾ കോരി വെച്ച വെള്ളം ചിക്കൻ വേവിച്ച് സ്റ്റോക്ക് വാട്ടറാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാട്ടർ വെച്ച് ഒഴിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിന് 5-20 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്ത് കേട്ടോ 25 മിനിറ്റ് അല്ലേ സ്ലോ കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. നമ്മൾ പറഞ്ഞ 25 മിനിറ്റ് ആയിട്ടുണ്ട്. സാമ്പരിപ്പ്
അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം നല്ല എണ്ണയിൽ വറുത്തെടുത്തിട്ട് ഗാർണിഷ് ചെയ്യും ഐഷ. അപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. എങ്ങനെയുണ്ടായിരുന്നുള്ളത് കഴിച്ചു നോക്കി ഞങ്ങളെ പറയാം, പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന് നമുക്ക് ട്രെയിലേക്ക് മറിച്ച് പിന്നെ ഉഷാറായി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കും. അപ്പം നല്ല ജ്യൂസി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മയണൈസിൽ ഹെൽത്തി ആയിട്ടാണ്. പുഴുങ്ങിയ മുട്ടയും പിന്നെ ഗാർലിക്കും അതുപോലെ ഒലീവ് ഓയിലും. കഴിച്ചോ? ബിരിയാണി കഴിക്കോ?